സ്വാഭാവികമായി ദുരന്ത സൂചനകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകരെല്ലാവരും തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എന്നൊക്കെ വിവരങ്ങൾ, അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ വിവരങ്ങൾ ഉദ്ധരിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്താണ് ഈ ചുവപ്പ്, മഞ്ഞ, പച്ച അങ്ങനെയുള്ള അലർട്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ ഈ ഏർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടാണ് അത് പറയുന്നത്. അതായത് മഞ്ഞ അലേർട്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അതായത് ഈ പറയുന്ന ഇവൻറ്റിനെ പറ്റിയുള്ള ഫർദർ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ റെഡി ഫോർ ആക്ഷനാണ്. ഇന്നിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇവൻറ്റിലേക്ക് വരുവാണെങ്കിൽ എന്ത് പ്ലാനിങ് സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. റെഡ് എന്ന് പറഞ്ഞാൽ ടേക്ക് ആക്ഷൻ, അതായത് നമ്മൾ ഓൺ ഗോയിങ് ഇവൻ്റാണ് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുക എന്നുള്ള രീതി. ഇതാണ് ഏർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ജനറൽ പാറ്റേൺ. ഇപ്പം നമ്മൾ റെയിൻഫോളിൻ്റെ കാര്യത്തിൽ ഈ കൊടുക്കുന്നത് ഹെവി റെയിൻ കാറ്റഗറിക്കാണ് നമ്മൾ യെല്ലോ കൊടുക്കുന്നത്. യെല്ലോ എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ പോലെ 6.5 മുതൽ 12 സെൻറ്റിമീറ്റർ വരെയുള്ള 12 സെൻറ്റിമീറ്റർ വരെയുള്ള മഴയ്ക്കാണ് നമ്മൾ യെല്ലോ കളർ കൊടുക്കുക. 12 മുതൽ 20 വരെയുള്ള സെൻറ്റിമീറ്റർ മഴയാണ് 24 മണിക്കൂർ പെയ്യുന്നതെങ്കിൽ അത് നമ്മൾ ഓറഞ്ച് കളർ കൊടുക്കും. പിന്നെ 20 മേളിലേക്കുള്ളതാണ് നമ്മൾ റെഡ് കളർ കൊടുക്കുക. അത് സാധാരണ നമ്മൾ ഇവൻറ്റിനോട് അടുത്ത് വരുമ്പോഴാണ് നമ്മൾ ഈ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളർ കൊടുക്കുക. കാരണം അതിന് ലെവൽ ഓഫ് കോൺഫിഡൻസും ഉണ്ടായിരിക്കണം, പിന്നെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പാകത്തിനുള്ള ഒരു ഇൻഫർമേഷനും ആയിരിക്കണം എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന വെതർ ഇവൻറ്റ്സ് സാധാരണഗതിയിൽ കൃത്യമായിട്ട് പ്രവചിക്കാൻ എന്ന് പറഞ്ഞാൽ ആ ലീഡ് ടൈമിൻ്റെ ഒരു കാര്യമാണത്. അപ്പോൾ നമുക്ക് ഒരു ലാർജ് സ്കെയിൽ സിസ്റ്റം അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സൈക്ലോൺ പോലെയുള്ള വളരെ ഓർഗനൈസ്ഡ് ആയ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയധികം ലീഡ് ടൈം ഉണ്ട്. 5 ദിവസം മുൻപ് 7 ദിവസം മുമ്പ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ലോക്കലായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളുടെ കാര്യത്തിൽ കൃത്യതയോടുകൂടി പറയാനുള്ള ലീഡ് ടൈമിന് സയൻറ്റിഫിക്കലി അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരു ഏരിയ സ്പെസിഫിക് ആയിട്ട് ഹൈ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഹൈ ഇമ്പാക്റ്റ് വെതർ ഇവൻറ്റ് പ്രവചിക്കുക എന്ന് പറയുന്നതിന് അതിന് നമ്മൾക്ക് ഏരിയ സ്പെസിഫിക് ആയിട്ട് ഇന്ന ലൊക്കേഷനിലാണ്, ഒരു ജില്ലയിൽ തന്നെയും ഏത് ഭാഗത്താണെന്ന് പറയുക എന്ന് പറഞ്ഞാൽ കുറച്ച് ലിമിറ്റേഷൻസ് സയൻറ്റിഫിക്കലി ഇന്നിപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജില്ലാ തലത്തിലുള്ള അലേർട്ടുകളായിട്ട് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്നാലും അതിനുള്ള എന്താ പറയുക പഠനങ്ങളും അനാലിസിസുകളൊക്കെ നടക്കുന്നുണ്ട്. അത് കുറച്ചുകൂടിയൊക്കെ ഏരിയ സ്പെസിഫിക് ആയിട്ട് പറയാൻ, പ്രത്യേകിച്ചും കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് ഒരു ജില്ലയ്ക്ക് ഇതുപോലെ ഹില്ലി ഏരിയാസ് ഉണ്ടാവും, മിഡ്ലാൻഡ് ഉണ്ടാവും, കോസ്റ്റൽ റീജിയൻ ഉണ്ടാകും. ഒരു ജില്ല ഉദാഹരണം പറഞ്ഞാൽ മലപ്പുറം ജില്ല അല്ലെങ്കിൽ എറണാകുളം ജില്ല, ഈ 3 ഭൂവിഭാഗങ്ങളും കൂടി പെടുന്നതാണ് ഒരു ജില്ല. അപ്പോൾ ഈ 3 ഭൂവിഭാഗങ്ങൾക്കും ഒരേ അളവ് മഴ പല രീതിയിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏരിയ സ്പെസിഫിക് ആയിട്ട് ഒരു വാണിംഗ് കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയും ഉണ്ടാവും. അപ്പോൾ അതിനുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വരുന്നത് വരേക്കും നമ്മൾ ഡിസ്ട്രിക്ട് ജില്ലാതല വാണിങ്ങുകൾ കൊണ്ട് ആണ് കാര്യങ്ങളിപ്പോൾ മാനേജ് ചെയ്യുന്നത്.